കർത്താവേ, എന്റെ ദൈവമേ. 26-ാം ദിവസം. തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വം. തോമാസ് ലീഹ തൻ്റെ പ്രേക്ഷിത ദൗത്യം മൈലാപ്പൂരിലേക്കും വ്യാപിപ്പിച്ചിരുന്നു. മൈലാപ്പൂരിൽ വച്ചാണ് അദ്ദേഹം ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയായത്. തൻ്റെ സുവിശേഷ ദൗത്യത്തിലൂടെ സ്ലീഹ ഒട്ടേറെ ശത്രുക്കളെ സമ്പാദിച്ചിരുന്നു. അവർ അദ്ദേഹത്തെ നശിപ്പിക്കുവാൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു ഗുഹയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ശത്രുക്കൾ അവിടെ എത്തി. അദ്ദേഹം സ്ഥിരമായി അവിടെയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അദ്ദേഹം കാണാതെ അവർ ഗുഹയിലുണ്ടായിരുന്ന ഒരു പൊത്തിൽ കൂടി കുന്തം കടത്തി സ്ലീഹായെ അപകടപ്പെടുത്തി. അതിനുശേഷം അവർ ഓടിയകന്നു. വേദനയാൽ പുളഞ്ഞ സ്ലീഹ ഗുഹയിൽ നിന്നും പുറത്തു കടന്ന് ചിന്നമല എന്നറിയപ്പെടുന്ന മലയിലേക്ക് ഒരു തരത്തിൽ എത്തിച്ചേർന്നു. അവിടെ താൻ സ്ഥിരമായി വരാറുണ്ടായിരുന്ന സ്ഥലത്ത് അദ്ദേഹം തൻ്റെ ഗുരുവിനും അവിടുത്തെ സുവിശേഷത്തിനും വേണ്ടി ജീവൻ വെടിഞ്ഞു. വിചിന്തനം. നമുക്കും അവനോട് കൂടി പോയി മരിക്കാം എന്നൊരിക്കൽ സഹശിഷ്യരെ ഉദ്ബോധിപ്പിച്ച തോമാസ് ലീഹ തൻ്റെ ഊഴം വന്നപ്പോൾ ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ ക്രിസ്തു സാക്ഷ്യത്തിൽ നിന്നും പിന്മാറിയില്ല. ഗുരുവിനു വേണ്ടി രക്തസാക്ഷിയാവുക എന്നതിൽ കവിഞ്ഞ സൗഭാഗ്യം എന്താണൊരു ശിഷ്യന് ലഭിക്കുവാനുള്ളത്? മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ ക്രിസ്തു ശിഷ്യനും സുവിശേഷ പ്രഘോഷണം നടത്തുന്നത്. സ്ലീഹന്മാരുടെയും പിന്നീട് വന്ന രക്തസാക്ഷികളുടെയും ചുടുനിണത്തിൽ നിന്നുമാണ് സഭ ഊർജ്ജം നേടിയത്. AD 72 തോമാസ് ലീഹ കുന്തത്താൽ വധിക്കപ്പെട്ടത്. 20 വർഷക്കാലത്തെ സുവിശേഷ പ്രഘോഷണം വഴി ദക്ഷിണേന്ത്യയിൽ തോമാസ് ലീഹ ശക്തമായൊരു ക്രൈസ്തവ സഭയ്ക്ക് അടിസ്ഥാനമിട്ടു. തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് വിവിധങ്ങളായ പാരമ്പര്യങ്ങൾ നിലവിലുണ്ട്. നമ്പൂതിരിമാരാൽ കുന്തത്താൽ കൊല്ലപ്പെട്ടു എന്നാണ് അവയിൽ പ്രധാനപ്പെട്ടത്. സ്ലീഹന്മാരുടെ രക്തസാക്ഷിത്വം ഈശോയ്ക്കും അവിടുത്തെ സുവിശേഷത്തിനും വേണ്ടി സ്വയം സമർപ്പിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുവാനുള്ളതാണ്. ആ പ്രഘോഷണം നടക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. സുവിശേഷം ജീവിക്കുന്നതിൽ നിന്നും ഒരു ശക്തിക്കും നമ്മെ പിന്തിരിപ്പിക്കുവാൻ സാധിക്കാതിരിക്കട്ടെ. അനുദിന ജീവിതത്തിൽ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ ശത്രുഭയമോ അപമാന ഭീതിയോ നമ്മെ പിന്തിരിപ്പിക്കാതിരിക്കട്ടെ. ഈശോയ്ക്കു വേണ്ടി നാം ഏറ്റെടുക്കുന്ന ഓരോ സഹനവും അതിൻ്റെ മുൻപിൽ സ്വീകാര്യമാകും. വിശ്വാസത്തിനു വേണ്ടി നാം സ്വമനസ്സാൽ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ നമ്മെയും തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിൽ പങ്കാളികളാക്കും. ഉദാത്തമായ തീക്ഷ്ണതയോടെ വിശ്വാസം ജീവിക്കുവാൻ തോമാസ് ലീഹ നമ്മെ പ്രാപ്തരാക്കട്ടെ. മാർത്തോമാ മക്കൾ